اللهم صل على سيدنا മുഹമ്മദിൻ വഅല ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. പ്രിയ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ഫളീലത്തായ 7 ദിവസത്തെ നോമ്പുകൾ പൂർത്തിയാക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി. ഇഖ്ലാസുള്ള ഇബാദത്താക്കി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലെ 7 ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ അഅ്മാലു സ്വാലിഹാത്തുകളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന പരിശുദ്ധ റമദാനിൻ്റെ മുഴുവൻ നോമ്പുകളും പിടിച്ചുവിടുവാൻ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് റബ്ബിലേക്ക് കൂടുതലായി അടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുണ്യ റമദാൻ്റെ പോരിശ കൊണ്ട് റമദാൻ വാഗ്ദാനം ചെയ്ത ഖൈറാത്തുകൾ അല്ലാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ റിസ്ഖ് അല്ലാഹു നൽകട്ടെ. രോഗശമനം അല്ലാഹു നൽകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വ അല്ലാഹു നമുക്ക് അവർക്കും നസീബാക്കുമാറാകട്ടെ. പ്രിയ മുഅ്മിനീങ്ങളെ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ 5000-ഓളം ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദി. അവിടുന്ന് വഫാത്താകുമ്പോൾ 20ഓളം വയസ്സു മാത്രമേ മഹദിക്ക് പ്രായമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ കന്യകയായ വിവാഹം ചെയ്യുമ്പോൾ കന്യകയായ ഒരേ ഒരു മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അടുത്ത് കണ്ട് അറിഞ്ഞ മഹദിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നരകീയ ശിക്ഷകളുടെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ റമദാനിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് കൂടുതലായി അള്ളാഹുവിലേക്ക് അടുത്ത് കത്തിക്കാളുന്ന നരകത്തിൻ്റെ ശിക്ഷകളിൽ നിന്ന് സലാമത്താകാൻ പരിശ്രമിക്കണമേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ ആയിഷ, കാരക്കയുടെ ഒരു ചെറിയ കീറ് കൊടുത്തിട്ടെങ്കിലും നരകീയ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു കൊള്ളണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് കേൾക്കുമ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും സ്വർഗത്തെ അലങ്കരിക്കുമ്പോൾ നരകത്തിൽ നിന്നും സത്യവിശ്വാസികളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുഅ്മിനീങ്ങളെ അള്ളാഹു മോചിപ്പിക്കുമ്പോൾ ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും സ്വതക്ക ചെയ്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു കൊള്ളണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഹദീസ് വലിയ അർത്ഥമുള്ള ഹദീസാണ്. പരിശുദ്ധ റമദാനിൽ ധാരാളം സുഹൃതങ്ങൾ പറയാനുണ്ടാവും. ഇഅ്തികാഫിൻ്റെ നീയത്തോടെയുള്ള ഇരുത്തം വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. പരിശുദ്ധ റമദാനിലെ നോമ്പുതുറ പുണ്യമാണ്. പരിശുദ്ധ റമദാനിലെ ഖുർആനോത്തിന് വലിയ പ്രതിഫലമാണ്. വാർഷിക മാസമാണ്. ഖുർആനിൻ്റെ സൽസരണിയുടെ ഗ്രന്ഥമായ ഖുർആൻ, വേൾഡ് കാറ്റലോഗ് പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ വാർഷിക മാസമാണ് പരിശുദ്ധ റമദാൻ. ധാരാളം ഖുർആൻ ഓതേണ്ട സമയമാണ്. ദിക്റ് സ്വലാത്തുകൾ പെരുപ്പിക്കേണ്ട സമയമാണ്. ധാരാളം നോമ്പ് പിടിക്കേണ്ട 30 നോമ്പും നിനക്ക് തൗഫീഖ് കിട്ടിയാൽ 30 നോമ്പും പിടിച്ചു വീണേണ്ട പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാനിൽ കിട്ടിയ ചൈതന്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന 11 മാസക്കാലവും തഖ്വയിലായി കഴിഞ്ഞുകൂടേണ്ടതിന് വലിയൊരു എനർജി ലഭിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. ധാരാളം നന്മകൾ പറയാനുണ്ടാവും. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നോമ്പ് ഇങ്ങനെ അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നവരാണ് നമ്മൾ. അഭിമാനത്തോടെ നമ്മൾ പറയും, നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവന്ന അന്നം അത് കൊടുത്ത് പരിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കൽ അമല് നമ്മൾ നടത്തുന്നുണ്ട്. പരിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കലിൻ്റെ പുണ്യ അമല് നടക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഭവനത്തിലാണ്. അയൽപക്കത്ത് നിന്ന് നാളെ എൻ്റെ വീട്ടിലാണ് നോമ്പുതുറ എന്ന് പറഞ്ഞിട്ടൊന്ന് വിളിക്കാൻ നമുക്ക് പറ്റണം. വലിയ പ്രതിഫലമുള്ള അമലാണ്. മാത്രമല്ല, ഭക്ഷണം കൊടുക്കുക. ഒരാളുടെ വിശപ്പകറ്റുമ്പോൾ അവർ ശിശുമാനസരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു വലിയ പോരിശ കൂടെ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് റമദാൻ കൂടിയാകുമ്പോൾ പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് നോമ്പ് തുറപ്പിക്കുക. നമ്മുടെ ഒരു കൂട്ടുകാരന് നോമ്പ് തുറപ്പിക്കണം, വിളിച്ച് ഭക്ഷണം കൊടുക്കണം. ഒരു ഭക്ഷണ പൊതി കൊടുക്കാൻ പറ്റട്ടെ, കഴിയുമെങ്കിൽ ഇനി ഏറ്റവും നല്ല സഹലായ ഒരു രൂപം നമ്മുടെ പള്ളിയിൽ നടക്കുന്ന നോമ്പുതുറയിൽ ഒന്ന് പങ്കാവാൻ പറ്റണം. 30 ദിവസത്തെയും നോമ്പുതുറയിൽ പള്ളികളിൽ, നമ്മുടെ പരിസരത്തുള്ള തെക്കാവുകളിലും ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ നടക്കുന്ന പുണ്യമായ നോമ്പുതുറ,
അതിൽ ഒരു ദിവസത്തെ ചിലവേക്കാൻ പറ്റുന്നില്ല, വേണ്ട 1-2 കിലോ നല്ല ഈത്തപ്പഴം വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണം വിളമ്പുന്ന നമ്മുടെ മഹലിലെ പ്രിയ മുഅ്മിനുകൾ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചാൽ എല്ലാവരുടെയും പാത്രത്തിലേക്ക് ആ ഈത്തപ്പഴം എത്തും. ഒരു കാരയ്ക്ക കീറ് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നാരകീയ ശിക്ഷകളിൽ നിന്ന് സലാമത്തായിക്കൊള്ളണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഫത്തറ സ്വാഇമൻ, നിങ്ങൾ ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ടാകണമെന്നില്ല. അതിന് കഴിയാത്ത ആളുകളുണ്ട്. ഒരിറക്ക് വെള്ളം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു കലക്കി കോൺസെൻട്രേറ്റ് കലക്കി തയ്യാറാക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് പങ്കാവാൻ പറ്റുന്ന കുറച്ച് പഞ്ചസാര കൊണ്ട് കൊടുത്തിട്ടൊന്ന് പങ്കാകാം, ഈത്തപ്പഴം കൊടുത്തൊന്ന് ചേരാം, കഴിയുമെങ്കിൽ 500-1000 രൂപ കൊടുത്തിട്ട് പള്ളികളിൽ നടക്കുന്ന നോമ്പുതുറയിലൊന്ന് പങ്കാവാം. നിങ്ങൾ അയൽപക്കത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ച് വീട്ടിലാണെന്ന് നോമ്പുതുറ നിങ്ങളെല്ലാവരും വരണമെന്ന് വിളിക്കുക. അവരും നിങ്ങളെ ക്ഷണിക്കുമ്പോൾ പോവുക, ഭക്ഷണം കഴിക്കുക, അവർക്ക് വേണ്ടി നോമ്പ് തുറന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. വലിയ പുണ്യമുള്ള ഇബാദത്താണ് നോമ്പ് തുറപ്പിക്കുക. അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോഴാണ് അവർക്ക് നരകമോചനമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമദാനിൽ ഓരോ ഇബാദത്തുകൾ പ്രത്യേകം പറയുന്നുണ്ട്. പരിശുദ്ധ റമദാനിൽ വഹുവ ശഹുറുസ്സുല എന്ന് പറയുന്നുണ്ട്. കുടുംബബന്ധം കൂടുതൽ ചേർക്കേണ്ട മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാൻ ധാരാളം ഇബാദത്ത് ചെയ്യേണ്ട മാസമാണ്, ഖുർആന്റെ മാസമാണ്, കുടുംബബന്ധം ചേർക്കേണ്ട, റിസ്ഖ് വിശാലത കിട്ടുന്ന മാസമാണ്, ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് കിട്ടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. ധാരാളം നന്മകൾ കിട്ടുന്ന മാസമാണ്. നോമ്പ് തുറപ്പിച്ചാൽ നരകമോചനം കിട്ടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. നോമ്പ് തുറപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാൻ കഴിയുമ്പോൾ പിന്നെ സുന്നത്ത് നോമ്പുകൾ അല്ലേ? പരിശുദ്ധ റമദാൻ പിന്നെ വരാൻ വേണ്ടി ഒരു വർഷം കാത്തിരിക്കണം. ആ റമദാനിൽ കിട്ടുന്ന നോമ്പ് തുറപ്പിക്കുമ്പോൾ കിട്ടുന്ന ചൈതന്യം എന്താണ്? റയ്യാനിൻ്റെ ബാബിലൂടെ ആ നോമ്പുകാരെ തുറപ്പിച്ചവരെയും സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തുമെന്ന് പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ ഹദീസ്. എത്ര അനുഗ്രഹീതമായ ഒരു അമലാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു ഇതിന് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയം ഒരു ഹദീസ് കേൾക്കുമ്പോൾ അതിനെ അതേപോലെ സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നാരകീയ ശിക്ഷകളിൽ നിന്ന് സലാമത്താകുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഈ ഒരു ഹദീസ്. അങ്ങനെ അതേപടി സ്വീകരിച്ച് അതേപടി അതിനെ ഹൃദയത്തോട് ചേർത്ത് അമല് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ റൂഹ് മലക്കുകൾ സ്വീകരിച്ച് 7-ാം ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി ഇല്ലീനിലെത്തും മുമ്പ് ആ റൂഹകൾ മലക്കുകൾ കൈമാറിക്കൊണ്ടു പോകുമ്പോൾ ചോദിക്കുമത്രേ, ഇത് ആരുടെ റൂഹാണ്? ഇത് ഇന്ന മഹല്ലിലെ ഇന്ന ആളുടെ റൂഹാണ്. നമ്മുടെ മഹല്ല് വെള്ളൂർക്കോണം മഹല്ലിലെ ഇന്ന വ്യക്തിയുടെ റൂഹാണ്. അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. വക്കാന ഇഅ്തിഖാദുഹു ഗൈറു ശാഖ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു അമലാണ് നോമ്പ് തുറ എന്ന് പറഞ്ഞപ്പോൾ അതേപടി സ്വീകരിച്ച ഒരാളാണ് അയാൾ. അയാൾക്ക് ഒരു സംശയവുമില്ലാത്ത ഈമാനിൻ്റെ ഉടമയാണെന്നാണ്. ആ മലക്കുകൾ വിളിച്ചു പറയും, വക്കാന ഇഅ്തിഖാദുഹു ഗൈറു ശാഖ്, ഇയാൾ ഒരു സംശയവുമില്ലാത്ത ഈമാൻ്റെ ഉടമയാണ്. ഒരു ഹദീസ് കേട്ടാൽ അതിനെ ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കി വെപ്രാളപ്പെട്ട് അതങ്ങോട്ട് മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ച് പലതിനെയും തള്ളിക്കളയുന്ന, ഒടുവിൽ ഒന്നുമില്ലാതെ വിരല് കടിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരുടെ ലിസ്റ്റിൽ പെടാതെ വിജയിച്ച മുഅ്മിനീങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റണം. അതുകൊണ്ടാണ് നോമ്പുമായി ബന്ധപ്പെട്ട് റമദാനിൽ നാരകീയ ശിക്ഷകളിൽ നിന്ന് സലാമത്താകുന്ന വിഷയത്തിൽ വരുന്ന ഹദീസുകളൊക്കെ സ്വീകരിച്ചോണം. എന്നിട്ടാണ് പറഞ്ഞത്, ഒരു കാരക്കയുടെ കീറ് കൊടുത്തെങ്കിലും രക്ഷപ്പെട്ടോളണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പോലീശേറിയ ഈ അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പുതുറ നൽകിയ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു അദ്ദേഹത്തിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം തറാവീഹിന് ശേഷമുള്ള ചീരണി നൽകുന്നതും അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ തുടക്കം മുതൽ ഇതുവരെ നോമ്പുതുറ നൽകിയവരെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഇബാദത്തുകളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. കൂട്ടമായി സംഘടിതമായി നമ്മൾ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നു. വലിയ ഒരു പുണ്യമായ അമലാണ്. അൽഹംദുലില്ലാ,
ഇന്നത്തെ നോമ്പുതുറയിൽ പങ്കായ സഹോദരൻ പരിശുദ്ധ ഹറമൈനി ഷെരീഫൈനിലാണ്. പരിശുദ്ധ റമദാൻ മുഴുവനും അവിടെ ഇബാദത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇവിടെ നിന്ന് യാത്ര പോയ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തു. നമ്മുടെ മഹല്ലിലുള്ള പ്രിയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനാത്തുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. അയൽപക്കത്തിലും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മഹല്ലി നിവാസികൾക്കും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ദുആ പ്രയോജനപ്പെടുത്തി തരുമാറാകട്ടെ. അതിൻ്റെ ഫളീലത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു സലാമത്താക്കി തരട്ടെ. പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. രോഗങ്ങൾക്കെല്ലാം പരിപൂർണ്ണ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മാതാവ് ഉമ്മച്ചി ഐസിയുലാണുള്ളത്, വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു സലാമത്ത് നൽകട്ടെ. മുഅ്മിനത്തിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, അള്ളാഹുവെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ റഹ്മാനെ. തറാവീഹ് നിസ്കാരവും മിത്ര നിസ്കാരവും മറ്റ് ഇതര അഅമാലു സ്വാലിഹാത്തുകളെല്ലാം കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിലെ ദുആകൾക്കെല്ലാം ഇജാബത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്കെല്ലാം ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഇന്നത്തെ നോമ്പ് തുറ നൽകിയ കുടുംബാദികളെ അനുഗ്രഹിക്കണേ റബ്ബേ. സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ റബ്ബേ. അവരുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവരുടെ ഖബറിടങ്ങളൊക്കെ മണിയറകളാക്കി കൊടുക്കണേ റഹ്മാനെ. റയ്യാനിൻ്റെ ബാബിലൂടെ അവരെല്ലാം നീ സ്വർഗത്തിലേക്ക് വിളിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് അവർക്ക് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ എല്ലാ ഇബാദത്തുകളെയും ഇഖ്ലാസുള്ള അമലാക്കി സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, പ്രിയപ്പെട്ട സഹോദരൻ പരിശുദ്ധ ഹറമൈനി ഷരീഫൈനിൽ പരിശുദ്ധമായ ഇബാദത്തുകളിൽ ദുആക്ക് ഇജാബത്തുള്ള മക്കാനുകളിൽ അദ്ദേഹം ദുആ ഇറക്കുന്നു. കബൂലാക്കണം അല്ലാഹ്. ഇബാദത്ത് ചെയ്യുന്നു, സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, അദ്ദേഹത്തിൻ്റെ ഉംറ കബൂലാക്കണേ അല്ലാഹ്. ഉംറ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മഹലിലുള്ളവർക്ക് മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയൊക്കെ സ്നേഹിതർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമ്പോൾ അതിന് കബൂലിയത്ത് നൽകണേ അല്ലാഹ്. അതിൻ്റെ സവാബ് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. അതിൻ്റെ സബബ് കൊണ്ട് റബ്ബെ, ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും സലാമത്ത് നൽകണേ റഹ്മാനെ. ഐസിയുയിൽ കഴിയുന്ന പ്രിയ മാതാവിന് ഖൈറ് ചൊരിയണം റബ്ബെ. പുണ്യ റമദാനിലെ ഏറ്റവും ഖൈറ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ മാപ്പാക്കി തരണേ റഹ്മാനെ. ദുആ വസിയത്ത് ചെയ്തവരുടെ സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ വീടുകളിലും മറ്റുമൊക്കെ കഴിയുന്ന രോഗികളുണ്ടല്ല. ഞങ്ങളുടെ മഹൽ പള്ളിയിൽ വരാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവർ പരിപൂർണ്ണ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ്ണ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നോമ്പുകാരെയും നോമ്പ് തുറപ്പിച്ചവരെയും ഞങ്ങളുടെ മഹല്ലി നിവാസികളെയും ലോകമുഅ്മിനീങ്ങൾ അതിൻ്റെ പൊരുത്തപ്പെട്ടവരാക്കി സ്വീകരിച്ച് അള്ളാഹുവെ, സുന്ദര സുവരം ഞങ്ങൾക്ക് ഏവർക്കും നസീബാക്കണേ അല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണം റഹ്മാനെ. അവിടെ നിന്ന് കാവൽ തേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കി തരണേ അല്ലാഹ്. ബിഹഖ്ഖി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.